ഇന്ന് ഒ പിയിലുണ്ടായ ഒരു കഥ പറയാം. പീരീഡ് മിസ്സായെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി അവരുടെ ഹസ്ബൻഡ് ഫാമിലിയായിട്ട് ഒ പിയിൽ വന്നു. ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നന്റ് ആണ്. സ്കാൻ ചെയ്തിട്ട് 6 ആഴ്ചയായി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം വല്ലാണ്ടിരിക്കുന്നു. അല്ല ഡോക്ടറെ, 6 ആഴ്ചയായി എന്ന് പറയുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. ഇതാണ് കാര്യം. ആ പെൺകുട്ടിയുടെ ലൈഫ് ഒരു മിനിറ്റ് സംശയം മുന്നിൽ നിർത്തുന്ന പോലെയായിരുന്നു എൻ്റെ ആ കണക്ക്. അപ്പോൾ അവള് കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നോ എന്ന്? എന്നാ അല്ല കേട്ടോ. ഒരിക്കലെങ്കിലും ഗർഭിണിയായിട്ടുള്ള എല്ലാവർക്കും അറിയുണ്ടാവും, അവരുടെ പ്രഗ്നൻസി എപ്പോഴും ഡേറ്റ് ചെയ്യുന്നത് അവരുടെ ലാസ്റ്റ് മെൻസസ് പീരീഡ് അല്ലെങ്കിൽ LMPയിൽ നിന്നാണെന്ന്. എന്നാൽ ലാസ്റ്റ് മെൻസസ് ഡേറ്റിലാണോ അവർ ഗർഭിണിയാവുന്നത്? അല്ല, അവിടുന്ന് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓവുലേഷൻ ടൈമിലാണ്. ഈ ഓവുലേഷന്റെ ഡേറ്റോ ബന്ധപ്പെട്ട ടൈമോ ആർക്കും അറിയാത്തത് കൊണ്ടാണ് കണക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മെൻസസിൽ നിന്ന് കൂട്ടുന്നത്. ഈ കേസിൽ ആ കുട്ടിക്ക് ലാസ്റ്റ് മെൻസസ് ഉണ്ടായപ്പോൾ അവൾ മാരീഡ് അല്ല. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞ് കൃത്യ ഓവുലേഷൻ ടൈമിലായിരുന്നു മാരേജ്. അതിൽ തന്നെ കൺസീവ് ആയി. അത്രേ ഉള്ളൂ. കൺസീവ് ചെയ്തിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. പക്ഷെ ഡേറ്റിംഗ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LMP വെച്ചായതുകൊണ്ട് 6 വീക്സ് കണക്ക് വന്നു എന്ന് മാത്രം. എന്തായാലും വന്ന ബന്ധുക്കളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു സീൻ ഒഴിവാക്കി. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വഴിയേ. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇനി ഈ സംശയം ഒഴിവാക്കാനായിട്ട് എല്ലാവർക്കും ഷെയറും ചെയ്തേക്ക്.